ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ പ്രിയപ്പെട്ട സദർ ഉസ്താദുമാരെ, ജമിയത്തുൽ മുഅല്ലിമീൻ്റെ നേതാക്കളെ, വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. നമ്മൾ കുറേ സമയമായി ഇരിക്കുന്നത്, ഒക്കെ അറിയാം ഈ ഇരുത്തത്തിൻ്റെ ഒരു മുഷിപ്പ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് റീഫ്രഷ് ആയാൽ നന്നായിരിക്കും. ഇരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദുമാരെ, നമ്മളൊക്കെ സദർ മുഅല്ലിമീൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. സദർ എന്ന വാക്കിന് അർത്ഥം നമ്മൾ സാധാരണ പറയാറുള്ളത് ഹൃദയം എന്നാണ്. ഈ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ ശരീരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് ശരീരത്തിന്റെ കേന്ദ്രമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് അത് കൈകാര്യം ചെയ്യുന്നത്, ഓക്സിജൻ അത് സ്വീകരിച്ചുകൊണ്ട് ശരീരത്തിന്റെ സർവ്വ നാഡി നരമ്പുകളിലേക്കും ന്യൂട്രിയൻ, ഇങ്ങനെയുള്ള പോഷക ആഹാരങ്ങളിൽ നിന്നുള്ള സത്ത വലിച്ചെടുത്തുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ സെല്ലുകളിലേക്കും വിതരണം ചെയ്യുക എന്നതാണ് ഹൃദയത്തിന്റെ പ്രത്യേകത. എന്നതുപോലെ لا إله إلا الله. لا إله إلا الله. صلى محمد رسول الله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله. الله أكبر، الله أكبر. لا إله إلا الله. اللهم رب هذه الدعوة الصلاة القائمة آت محمد الوسيلة والفضيلة شفاعته إنك لا تخلف الميعاد. പ്രിയപ്പെട്ടവരെ, വാങ്കുവിളി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. അപ്പോ ഹൃദയത്തിന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുക എന്നതാണ്. ശരീരത്തിന്റെ എല്ലാ കേടുകളെയും എല്ലാ വേസ്റ്റുകളെയും പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശരീരത്തെ സഹായിക്കുന്ന ഒരു പ്രക്രിയ കൂടി ഹൃദയം നടത്തുന്നുണ്ട്. സദർ ഉസ്താദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മദ്രസയുടെ ഹൃദയമാണ്. അദ്ദേഹം ചലിക്കുമ്പോഴാണ് മദ്രസ ചലിക്കുന്നത്. അദ്ദേഹം നിഷ്ക്രിയമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും മദ്രസ നിഷ്ക്രിയമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവിൽ ഉസ്താദുമാർ എന്ന് പറയുന്നത് ആദരണീയരായ ഒരു വിഭാഗമാണ്.
അത് സദർ ഉസ്താദാകുമ്പോ അയാളുടെ ഉത്തരവാദിത്തം കുറെ കൂടുന്നു, കുറെ വർദ്ധിക്കുന്നു എന്നതാണ്. സദറുൽ മുഅല്ലിം എന്ന് പറയുമ്പോ ഞാൻ അതിന്റെ ഒരു അബ്രിവിയേഷൻ വെച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. സ്വദർ, ഈ 3 വാക്കുകളാണുള്ളത്. ഇപ്പൊ സ്വദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ച് എന്ന് നമ്മൾ പറയുമ്പോ, അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുമ്പോ അതിലെ ഫസ്റ്റിലെ സ്വീൻ, സ്വാദ്, ഈ സ്വാദ് അറിയിക്കുന്നത് നമ്മൾ സാധാരണ ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ അബ്രിവിയേഷൻസ് പറയാറുണ്ട്. ഇപ്പൊ ടീച്ചർ, പോലീസ് തുടങ്ങിയ വേർഡുകളൊക്കെ അങ്ങനെ ഉദാഹരിക്കാറുണ്ട്. എന്നതുപോലെ ഇതിലെ അക്ഷരങ്ങളെ ഒന്ന് നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ സ്വാദ് അറിയിക്കുന്നത് ഒരു സദർ ഉസ്താദ് അയാൾ സ്വാബിറാകണം, ഒന്നാമത് സ്വാദിഖാകണം എന്നതാണ്. സദർ ഉസ്താദ് സ്വാബിറാകണം, സ്വാദിഖാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ സദർ ഉസ്താദിന്റെ സ്വാദിലൂടെയുള്ള അയാളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. കാരണം നല്ല ക്ഷമ വേണ്ട ഒരു പണിയാണ് ഈ പണി എന്ന് നമുക്കൊക്കെ അറിയാം. വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ സ്വഭാവങ്ങളിലുള്ള മുഅല്ലിമീങ്ങൾ, മാനേജ്മെന്റ്, വിദ്യാർത്ഥികൾ, വ്യത്യസ്ത വിഭാഗങ്ങൾ, നാടിന്റെ പ്രത്യേക പശ്ചാത്തലങ്ങൾ, ഇതിനെയൊക്കെ വേണ്ട വിധത്തിൽ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ട, എടുത്തുചാട്ടം ഇല്ലാത്ത ഒരു വ്യക്തിക്കാണ് നല്ലൊരു സദർ ഉസ്താദാകാൻ കഴിയാം. ഇത് ദേഷ്യം പിടിച്ച് നമ്മളൊരു പണിയെടുക്കുന്നുണ്ട്, ആ പണി ദേഷ്യത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ പണി വിജയിക്കൂല. സാധാരണ പറയാറുണ്ട്, ഒരു ശില്പിയുടെ കയ്യിലെ ഒരു ശില്പി ഒരു മനോഹരമായ ശില്പത്തെ നിർമ്മിക്കുന്നത് പോലെയാണ് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ശില്പിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉളി വെച്ചിട്ട് ഒരു പാറക്കല്ല് കിട്ടിയാൽ, കരിങ്കല്ല് കിട്ടിയാൽ എത്ര സൂക്ഷ്മതയോടെയാണോ, എത്ര ക്ഷമയോടെയാണോ അതിങ്ങനെ പതുക്കെ പതുക്കെ മേടി 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 അയാൾ ഒരു ശില്പത്തെ രൂപീകരിക്കുന്നത്, അതുപോലെയാവണം ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു സദർ ഉസ്താദ് ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ശില്പി പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ട് തന്റെ ദേഷ്യമൊക്കെ കല്ലിനോട് തീർത്തിട്ട് ആഞ്ഞടിച്ചാൽ, ഇപ്പൊ കണ്ണ് നന്നാക്കുന്നിടത്ത്, മൂക്ക് നന്നാക്കുന്നിടത്ത് ശില്പി ആ ദേഷ്യത്തിൽ അത് അവിടെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമയുണ്ടാക്കുക എന്നത്. ഈ ക്ഷമയുടെ ഭാഗമാണ് പലതിനെയും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും, പലരെയും നമ്മൾ കേട്ടില്ലെന്ന് നടിക്കേണ്ടി വരും. സ്വാഭാവികമായും നമ്മുടെ മുഅല്ലിമീങ്ങൾ പല സ്വഭാവത്തിലുള്ളവരായിരിക്കും, പല കാറ്റഗറികളിലുള്ളവരായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചിലരെ കുറിച്ച് വേറെ ഉസ്താദ് വന്നിട്ട് വേറെ ഉസ്താദിനെ പറ്റി പരാതി പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ വിമർശങ്ങൾ ഉന്നയിക്കുന്നുണ്ടാവും. ഇതൊക്കെ ഉന്നയിക്കുമ്പോ അത് ക്ഷമയോടെ കേൾക്കാൻ, അത് ക്ഷമയോടെ ഉൾക്കൊള്ളാൻ, അത് ക്ഷമയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് സദർ ഉസ്താദിലെ സ്വാദ് സ്വാബിറിനെയും സ്വാദിഖിനെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. സ്വാദിഖാകുക എന്നത് ഈ മതമേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ക്രെഡിബിലിറ്റി ഉണ്ടാക്കുക എന്നത്, നമ്മൾ ഒരു തലമുറയെ സത്യസന്ധത പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ്. ഈ പുസ്തകങ്ങൾ വായിച്ച് കുട്ടികൾക്ക്, എനിക്ക് എൻ്റെ സ്വന്തം ശരീരത്തോടും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടും ആദ്യമായും അവസാനമായും ഊന്നിപ്പറയാനുള്ള ഒരു കാര്യം, നമ്മൾ മദ്രസക്ക് നേതൃത്വം നൽകുമ്പോൾ ഒരിക്കലും നമ്മുടെ മക്കൾ എല്ലാവരും മദ്രസയിൽ മുഴുവനും പാസ്സാകുന്ന മക്കളാകണം, അല്ലെങ്കിൽ എല്ലാവർക്കും A+ കിട്ടുന്ന അവസ്ഥയുണ്ടാകണം, കൂടുതൽ ടോപ്പ്+ കിട്ടിയ ക്ലാസ് എന്റേതാകണം, എന്റെ മദ്രസയാകണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ഈ ചിന്താഗതിയിൽ നിങ്ങൾ മക്കളെ സമീപിക്കരുത്. എന്തിനാണിത്? ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം.
ഒരു ദിവസം എന്റെ മകൾ ഒരു ദിവസമല്ല പലവട്ടം വന്ന് പറഞ്ഞു, ഉസ്താദ് ഉപ്പച്ചിയെ എന്താണ് മദ്രസയിലെ അവസ്ഥ? കുട്ടികൾ പുസ്തകം കൊണ്ടുവരും, പരീക്ഷയ്ക്ക് കുട്ടികൾ പുസ്തകം കൊണ്ടുവരും, ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരും, എന്നിട്ട് അതുപോലെ മുന്നിൽ നോക്കി വെച്ച് എങ്ങനെ എഴുതും. ഉസ്താദ് കണ്ട ഉസ്താദ് ഒന്നും പറയില്ല, ഉസ്താദ് അങ്ങനെ നോക്കിയെന്ന്. നമ്മളിപ്പോ പഠിച്ചിട്ട് പോയിട്ട് എന്താ? നമ്മൾ പഠിച്ചിട്ട് പോയിട്ട് എന്താ? നമ്മൾ നമ്മുടെ മക്കൾക്ക്, ഇത് പല മദ്രസകളിലും നമുക്ക് അനുഭവമുള്ളതാണ്, നമ്മുടെ മക്കൾ എങ്ങനെങ്കിലും ജയിച്ച്, ഇത് IAS IPS ആകാനല്ലല്ലോ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് അഖ്ലാഖ് പഠിപ്പിക്കുന്നത്. ഓ പരീക്ഷയിൽ തോറ്റോട്ടെ, എന്താ പ്രശ്നം? പക്ഷേ ആ കുട്ടി എന്റെ ഉസ്താദ് ജീവിതത്തിൽ സത്യസന്ധത എന്താണെന്ന് എന്റെ മുന്നിൽ മനോഹരമായി വരച്ചു കാണിച്ചിട്ടുള്ള, ജീവിതത്തിൽ കൃത്രിമം കാണിക്കാൻ പാടില്ലെന്ന്, ആ കൃത്രിമങ്ങൾക്ക് യാതൊരു പഴുതും നൽകാത്ത, അതിന് യാതൊരു എക്സ്ക്യൂസും നൽകാത്ത ഒരു ഉസ്താദാണ് എന്റെ ഉസ്താദ് എന്ന് കുട്ടി പിൽക്കാലത്തെങ്കിലും അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരു സന്തരീക്ഷമാകണം നമ്മുടെ മദ്രസയിൽ ഉണ്ടാകുന്നത്. മറ്റേത് കുട്ടികൾക്ക് സുഖമായിരിക്കും, അവർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമായിക്കാറ് ആ സമയത്ത്. സമയത്ത് ഇതിനൊക്കെ നമ്മളെ ഈ ഒരു സംവിധാനം നമ്മൾ കണ്ടില്ല കേട്ടില്ല. കുട്ടികൾ പരീക്ഷാ പേപ്പർ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ച് എഴുതുന്നു, അത് ഉസ്താദ് കാണുന്നു, ഒരു പ്രശ്നമല്ല, അതങ്ങനെ പോകുന്നു. അത് പൊതുപരീക്ഷ അല്ലേ, കുട്ടികൾ എങ്ങനെയെങ്കിലും പാസ്സായിക്കോട്ടെ, എല്ലാവരും ജയിച്ചിട്ടില്ലെങ്കിൽ കമ്മിറ്റിക്കാർ പരാതി പറയും. ഇതൊന്നും നമ്മുടെ അത് നമ്മൾ മാനേജ്മെന്റിനെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇതൊരു ഭൗതിക സംവിധാനമല്ല. പ്രത്യേകിച്ച് ഒരു നിൽക്കക്കള്ളിയില്ലാത്ത സന്ദർഭങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന വിധത്തിലുള്ള ഭൗതികതയുടെ ടൂൾസുകൾ നമ്മൾ മതമേഖലയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ മതമേഖലയിൽ ഉപയോഗിക്കുന്ന ഭൗതികതയുടെ ടൂൾസുകളാണ് ഈ ടോപ്ലസുകളും ഈ പറയുന്ന പരീക്ഷയിലെ റാങ്കുകളും അതുപോലെയുള്ള സംവിധാനങ്ങൾ മുഴുവനും, ഡിസ്റ്റിങ്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും. അതിന്റെ അപ്പുറത്ത് നമുക്കൊരു ലക്ഷ്യമുണ്ട്, ഈ കുട്ടികളെ തസ്കിയത്തുള്ളവരാക്കി മാറ്റുക എന്നത്, അഖ്ലാഖുള്ളവരാക്കി മാറ്റുക എന്നത്, ജീവിതത്തിൽ കൃത്രിമത്വം കാണിക്കാത്ത മക്കളാകണം നമ്മുടെ മക്കളെന്ന ഒരു നിർബന്ധമായ ഒരു ബോധം, നിർബന്ധമായ ഒരു തീരുമാനം നമ്മൾ ഉണ്ടാവണം. കുട്ടി തോറ്റോട്ടെ, തോറ്റ കുട്ടിയെ നമുക്ക് പ്രൊമോഷൻ കൊടുത്തിട്ട് ജയിപ്പിക്കാം. തോറ്റ കുട്ടിയെ പ്രൊമോഷൻ കൊടുത്തിട്ട് രക്ഷിതാവിനോട് പറയാം, നിങ്ങളെ കുട്ടി തോറ്റിക്കണ്, പക്ഷെ വേണമെങ്കിൽ എന്ത് ചെയ്യാ, ആ കുട്ടിയെ മറ്റു കാരണങ്ങൾ പറഞ്ഞിട്ട് ഉയർന്ന ക്ലാസ്സിൽ ഇരുത്താം. പക്ഷെ കുട്ടികൾ നമ്മുടെ മുമ്പിൽ വെച്ച് കൃത്രിമത്വം കാണിക്കുന്നത്, ഒരു കളവ് നടത്തുന്നത്, അത് വളരെ പിൽക്കാലത്ത് ഭാവിയിൽ അവർ ആലോചിക്കും, എന്താണ് ഈ മതം, എന്താണ് എന്റെ ഉസ്താദിൽ നിന്ന് കിട്ടിയ നല്ല ഒരു പാഠമെന്ത്, ഈ പഠിപ്പിച്ചതൊക്കെ മക്കൾ മറക്കും. ഈ പാഠപുസ്തകങ്ങളിലുള്ള ടെക്സ്റ്റുകൾ ഇതൊക്കെ മിക്കതും കുട്ടികൾ മറക്കും. പക്ഷേ നമ്മളോടൊപ്പമുള്ള മനോഹരമായ ചില ഓർമ്മകളുണ്ടല്ലോ, നമ്മൾ നൽകിയ മനോഹരമായ ചില ചിത്രങ്ങളുണ്ടല്ലോ, നമ്മൾ നൽകുന്ന മനോഹരമായ ചില അനുഭവങ്ങളുണ്ടല്ലോ, ആ അനുഭവങ്ങൾ മക്കൾക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അധ്യാപകൻ, പ്രത്യേകിച്ച് സദർ ഉസ്താദ്, സ്വാദിഖാകേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക്. നമ്മൾ അത്തരം കാര്യങ്ങളോട് ഒരു കോംപ്രമൈസും ചെയ്യില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. പാഠപുസ്തകം പരീക്ഷാ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞു. ഇപ്പോ പരീക്ഷയുടെ മെത്തേഡുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനികമായ മെത്തേഡാണ് ഓപ്പൺ ബുക്സ് എക്സാം. ബുക്ക് തുറന്നു വെച്ചിട്ട് പരീക്ഷ എഴുതുക, അത് പുതിയൊരു മെത്തേഡാണ്. അഥവാ കുട്ടികൾ കാണാതെ പഠിച്ചത് മാത്രം പരീക്ഷ എഴുതുന്ന സാമ്പ്രദായിക പരീക്ഷാ മോഡലിനപ്പുറം കുട്ടികൾ എന്ത് ചെയ്യുക, അതൊരു നല്ല മോഡലാണ്. പുസ്തകം ഇപ്പോ ഉദാഹരണത്തിന് അർക്കാനുസ്സലാത്ത് ഒരു പാഠം കൊടുത്തിരിക്കുന്നു, സുനനുസ്സലാത്ത് വേറൊരു പാഠം കൊടുത്തിരിക്കുന്നു, അതേപോലെ ഹൈആത്ത് സുന്നത്ത്, അബ്ആദ് സുന്നത്ത്, എന്നിട്ട് ഒരു പുസ്തകം കുട്ടിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്: ഫർള് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നിസ്കരിക്കുന്ന രൂപം വിശദീകരിക്കുക. ഇപ്പൊ ഉളുവിന്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിക്കണ്. എന്നിട്ട് ഫർളായ ഉളു മാത്രം എങ്ങനെ ചെയ്യാം എന്ന് രേഖപ്പെടുത്തുക. അത് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ പുസ്തകം നോക്കി
ഒരു കുട്ടിക്ക് അങ്ങനെ കണ്ടെത്താൻ കഴിയും. അതൊരു വലിയ കഴിവാണ്. ഇപ്പൊ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയൊരു ദുരന്തമാണ് നീറ്റിന്റെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത്. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് മക്കള് വർഷങ്ങളോളം പഠിച്ചിട്ട് 1 വർഷം 2 വർഷം ഒക്കെ ഈ പറയുന്ന കോച്ചിങ് സെന്ററിലൊക്കെ പോയി രാവും പകലും പഠിച്ചിട്ടാണ് ഈ പരീക്ഷയ്ക്ക് പോകുന്നത് നീറ്റിന്റെ. എന്നിട്ട് ഒരു BJP-കാരന്റെ കുട്ടിയെ ചോർത്തി, യുവമോർച്ചയുടെ ഒരാൾ ചോർത്തി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചോർത്തി പരീക്ഷ എഴുതിയ കുട്ടിക്ക് ആകെ ഉള്ളത് 170 മാർക്കാ. ആകെയുള്ളത് 170 മാർക്കാ. അപ്പൊ ഒരു ട്രോള് വന്നിരുന്നു. അച്ഛൻ ചോദിച്ചു എന്ന് പറഞ്ഞു, എടാ 10 ലക്ഷം റുപ്യ മുടക്കിയിട്ടാണ് ഇവിടെ നേരത്തെ 20 റുപ്യക്കല്ലേ ചോദ്യപേപ്പർ വിറ്റത്. ഇത് 10 ലക്ഷം റുപ്യ മുടക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ചോദ്യപേപ്പർ ഞാൻ വാങ്ങി തന്നത്. എന്നിട്ട് എനിക്ക് 170 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ കുട്ടി പറയുന്നുണ്ട് അച്ഛനോട്, അച്ഛ എന്ത് ചെയ്യാൻ, അതിൽ ചോദ്യം മാത്രമേ ഉള്ളൂ, ഉത്തരമില്ല. അതിൽ ചോദ്യം മാത്രമേ ഉള്ളൂ, ഉത്തരം ഉണ്ടെങ്കിലേ എനിക്ക് ഫുൾ എഴുതാൻ പറ്റുക. അപ്പൊ അങ്ങനെയുള്ള മക്കളൊക്കെ ഉള്ള ഒരു കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്തം പരീക്ഷയിൽ കുട്ടികളെ ജയിപ്പിക്കലേ അല്ല, മറിച്ച് അത് മാനേജ്മെന്റിനോട് നമ്മൾ തുറന്നു പറയാം. മറിച്ച് കുട്ടികൾ പഠനത്തിൽ കുറച്ച് ബാക്കിലായിക്കോട്ടെ, പക്ഷേ കുട്ടികൾ ക്രെഡിബിലിറ്റി ഉള്ളവരാകുക, സത്യസന്ധരായി മാറുക, അഖലാഖുള്ളവരായി മാറുക. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സദർ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അയാള് സ്വാബിറും സ്വാദിഖുമാകുമ്പോൾ ഒന്നാമതായി സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തേത് ദാല്. സദറിലെ ദാലിനെ ഞാൻ കാണുന്നത് അയാൾ ദാഇമും ദഖീഖും ആകണം എന്നതാണ്. അയാൾ ദാഇം എന്ന് പറഞ്ഞ ദാഇം ദഖീഖ്. ദായിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മകളെ പിന്തുണക്കുന്ന ആളാകണം, നന്മകളെ പിന്തുണക്കുന്ന ആളാകണം. നല്ല കാര്യങ്ങൾ, ഒരു സദർ ഉസ്താദിന് തോന്നാത്ത ഒരു പുതിയൊരു ഐഡിയ, ഒരു സ്റ്റാഫ്, ഒരു പുതിയൊരു അധ്യാപകൻ വന്ന് പറഞ്ഞു, സദർ ഉസ്താദെ അങ്ങനെ ചെയ്തൂടെ. അപ്പൊ മൂപ്പര് ഇവിടെ കുറെ കാലം ഇതിങ്ങനെ തന്നെ നടക്കലാണ്, ഇവിടെ ഇങ്ങനെ പറ്റുള്ളൂ, ഇവിടെ വേറൊന്നും എന്താവൂല, പറ്റൂല. അത് ചെയ്യരുത്, നമ്മൾ ചെയ്യരുത്. മറിച്ച് ഒരാൾ ഒരു നല്ല കാര്യവുമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ അതിനെ പിന്തുണക്കുക എന്ന്. നമ്മൾ നമ്മുടെയൊക്കെ പഴയ കാലത്തൊക്കെ വ്യാപകമായി നമ്മുടെ നാടുകളിലൊക്കെ സർക്കസ് ഉണ്ടാവും. ഈ സർക്കസിൽ സ്വാഭാവികമായിട്ടും സർക്കസിന്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചാടും. വളരെ മനോഹരമായ ചാട്ടങ്ങളായിരിക്കും. ഈ ചാടുന്ന ആളുടെ ധൈര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ചാടിയാലും കയ്യും കാലും ഒന്നും പൊട്ടൂല, മുറി വരൂല. കാരണം താഴെ സേഫ്റ്റി നെറ്റ് ഉണ്ട്. താഴെ സേഫ്റ്റി നെറ്റ് ഉണ്ട്. അഥവാ ചാട്ടം പഴച്ചാലും എവിടേക്ക് വികുള്ളൂ, സേഫ്റ്റി നെറ്റിലേക്ക് വികുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനൊന്നും പറ്റുകയില്ല. ഇതാവണം ഒരു നന്മ ഒരാൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്തുണക്കാൻ നമ്മളെ സദർ ഉസ്താദ് ഉണ്ട് എന്നുള്ള. കുട്ടികൾ ഒരു ഐഡിയ പറഞ്ഞു, ചിലപ്പോൾ കുട്ടികളുടെ മുന്നിൽ ഐഡിയകൾ ഉണ്ടാകും. ആ ഐഡിയകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ഐഡിയകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ, നമ്മൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ സാധിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ഈഗോ പലപ്പോഴും നമ്മളെ ഇത്തരം കാര്യങ്ങൾക്ക് അയക്കാറില്ല. പക്ഷെ ഒരു മാതൃകാ സദർ മുഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ദാഇമാകണം, നന്മകളെ പിന്തുണക്കുന്ന ആളാകണം. പുതിയ ഐഡിയകള് നമ്മുടെ നാടിന്, നമ്മുടെ മദ്രസക്ക് ഗുണകരമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യം പറഞ്ഞത് അവനല്ലേ എന്നതുകൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെടരുത്, അയാൾ അംഗീകരിക്കപ്പെടണം. രണ്ടാമത്തത് അയാൾക്ക് ദഖീഖാകണം, ദായിമാകണം, ദഖീഖാകണം, കൃത്യത ഉണ്ടാവണം ഓരോന്നിനും. നമ്മൾക്ക് മറ്റു സഹാധ്യാപകരെ ശാസിക്കാൻ അല്ലെങ്കിൽ ഇന്നത് ചെയ്തില്ലെന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൽ കൃത്യത പാലിക്കുന്ന ആളായിരിക്കണം. മദ്രസ 7 മണിക്ക് ആരംഭിക്കുമെങ്കിൽ സദർ ഉസ്താദ് 7 മണി കഴിഞ്ഞിട്ടേ വരുള്ളൂ എങ്കിൽ പിന്നെ നമുക്ക് മറ്റുള്ളവരെ പറയാൻ പറ്റില്ലല്ലോ. വ്യാഴാഴ്ച മദ്രസ 9:30 വിടുമ്പോ 9:15 ഒരു ബസ് ഉണ്ട്, സദർ ഉസ്താദ് അതിന് തന്നെ പോകും.
ഇങ്ങനെയാണ് എങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഹാജർ പട്ടിക നന്നാക്കുന്നതിന് നമ്മുടെ ഒരു സഹസ്റ്റാഫിനെ നമ്മൾ ശാസിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടോ, അതിൽ നമ്മൾ കൃത്യമാണോ എന്ന്. ഇപ്പോ വർഷാദ്യത്തിൽ ഒരു അധ്യാപകന് നമ്മൾ കുട്ടികളെ മദ്രസ തുറന്നിരിക്കുന്നു, അധ്യാപകരെ നമ്മൾ പട്ടിക കൈമാറുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ പട്ടികയിൽ ആദ്യത്തെ കോളങ്ങൾ മുഴുവനും എന്ത് ചെയ്യണം? പൂരിപ്പിക്കുക എന്നത് സദർ ഉസ്താദിന്റെ ബാധ്യതയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഇതുവരെ മദ്രസ പഠിപ്പിച്ചില്ല കേട്ടോ. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഔദ്യോഗികമായി മദ്രസ പഠിച്ചില്ല. മദ്രസ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു 18 വയസ്സിൽ ആ സമയത്ത് ഇങ്ങനെ മദ്രസയിൽ ഒരു വർഷത്തോളം ഇങ്ങനെ നമ്മളാ 18-18 വയസ്സിൽ ഇങ്ങനെ പോയ ആ അനുഭവങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. നിങ്ങൾ കൂട്ടിക്കോ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോ പറഞ്ഞു വന്നത്, അപ്പോ ഹാജർ പട്ടികയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ മാസത്തെ കുട്ടികളുടെ വിവരങ്ങളും കുട്ടികളുടെ പേരുകളും ഇതൊക്കെ എഴുതിയിട്ടുള്ള ഡ്യൂട്ടി ആരുടെ? സൗറുസ്ഥാന്റെ തന്നെ അല്ലേ? സൗറുസ്ഥാന്റെ ഡ്യൂട്ടി അല്ലേ അത്? അത് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ടാ നിങ്ങളാണ്ട് ചെയ്താളാ, അയച്ചാണ്ട് ചെയ്താൽ ഞാൻ കുറച്ച് തിരക്ക്, കുട്ടികളെ അഡ്മിഷൻ ഇതൊക്കെ വന്നതുകൊണ്ട് ചേർക്കാൻ പറ്റിയില്ല. അപ്പൊ സദർ ഉസ്താദിന്റെ ഉത്തരവാദിത്തമാണ് മദ്രസ തുറക്കുന്നതിന്റെ മിനിമം ഒരാഴ്ചയെങ്കിലും മുമ്പ് അയാൾ വരേണ്ടി വരും, വന്നിട്ട് അതൊക്കെ ശരിപ്പെടുത്തേണ്ടി വരും. ഇങ്ങനെ ഓരോന്നിലും കൃത്യത പാലിക്കുന്ന ആളാണ്. ഇന്ന ഫയൽ ഇന്ന ഇടത്തുണ്ട്, ഇന്ന പട്ടിക ഇന്ന ഇടത്തുണ്ട് എന്ന് വളരെ കൃത്യനിഷ്ഠതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ സ്വാഭാവികമായും നമ്മുടെ സ്റ്റാഫ് നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കും. കാരണം അവർക്ക് മറുത്തൊന്നും പറയാനുണ്ടാകുകയില്ല. അപ്പോൾ സദർ ഉസ്താദ് സ്വാദിഖാകണം, പിന്നെ സ്വാബിറാകണം, പിന്നെ ദാഇമാകണം, ദഖീഖാകണം. പിന്നെ മൂന്നാമത്തത് സദറിലെ അയാൾ റഹീമാകണം, റഷീദാകണം, റാഷിദാകണം. റഹീം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, അലിവുള്ള മനുഷ്യനാകണം. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യണ കാര്യമൊക്കെ ഭയങ്കര കൃത്യമായിരിക്കും. പക്ഷെ ആ ചെയ്യുന്നത് ചെയ്തു എന്നതുകൊണ്ട് കാര്യമില്ല, അത് അലിവോടുകൂടെ ചെയ്യണം. ഉദാഹരണത്തിന് ഒരു ചെടി, നമ്മുടെ മക്കൾ ചെറിയ ചെറിയ ചെടികളാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നട്ട് വളർത്തി വലുതാകാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന പ്ലാന്റേഷനുകളാണ് അവർ. അവിടെ നമ്മൾ അതിന്റെ മുരട്ടിൽ ഇങ്ങനെ പതുക്കെ എന്ത് ചെയ്യണം? വെള്ളം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചിലയിടത്ത് സ്പ്രേ ചെയ്യേണ്ടി വരും, ചിലയിടത്ത് ചെറുങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇത് വെള്ളം ആവശ്യമാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു കുടം വെള്ളമുണ്ട്, ഇതൊക്കെ കൂടി ആ ചെറിയ ചെടിന്റെ ചോട്ടിലാണ്ട് ഒന്നായിട്ട് പാർന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകും? ആ മരം ഇളകിപ്പോകും. ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നനയ്ക്കുക എന്ന ഉത്തരവാദിത്തം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്ങനെ നനയ്ക്കുക എന്നുള്ളത് അത് ക്ഷമാപൂർവം കാത്തിരുന്ന് അതിനോട് കാണിക്കേണ്ട ഒരു അലിവുണ്ട്, ഒരു ആർദ്രതയുണ്ട്, ഒരു ദയയുണ്ട്. ആ നിലക്കണയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ എനിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്കാലുണ്ടെങ്കിൽ എന്റെ ഫോണിക്ക് വാട്സപ്പ് ചെയ്തോണ്ടിട്ടടാ എന്ന് പറഞ്ഞത് കൊണ്ട് എന്താവൂല, അവിടെ കാര്യമില്ല. ഓരോന്നിലും അതിൻ്റെതായ റഹീമാകണം. ഇപ്പൊ ഒരു അധ്യാപകൻ മോശമായ പ്രവൃത്തി ചെയ്യുന്നത് നമ്മൾ കണ്ടു. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മദ്രസയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ ടീച്ചിങ്ങിന്റെ മെത്തഡോളജിക്ക് വിരുദ്ധമായി ഒരു കാര്യം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സദർ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അത് തിരുത്തി കൊടുക്കണം. പക്ഷേ ഒരിക്കലും ക്ലാസ് റൂമിൽ കയറിയിട്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യരുത്? ഒരു അധ്യാപകനെയും ശകാരിച്ചുകൂടാ, ഒരു അധ്യാപകനെയും തിരുത്തിക്കൊടുത്തുകൂടാ. അത് ആ മറ്റു സഹസ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് പോലും, സ്റ്റാഫ് യോഗത്തിൽ വെച്ച് പോലും ഒരാളെ വൈയക്തികമായിട്ടുള്ള വിഷയങ്ങളാണ് എങ്കിൽ അയാളോട് പറയാതിരിക്കലാണ് നല്ലത്. അയാളെ സ്വകാര്യമായി വിളിച്ചിട്ട് ഇത് ശരിയല്ല കേട്ടോ. ചിലപ്പോ അധ്യാപകർ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണ്ടാവും. ഇപ്പോ നമുക്കൊരു അനുഭവം ഉണ്ടായി. നമ്മൾ പഠിക്കുന്ന കാലത്ത്
ഈ 6ാം ക്ലാസ്സിലെ താരീഖില് അഖ്ലാഖില് ഈ ഇതിനെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ചും മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ചും പറയുന്നിടത്ത് ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും എന്നുള്ള അറബി മലയാളത്തിലാണ് അതിൽ ആകെ വന്നത്. അവിടെ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും എന്നുള്ളതിന് ഇയാളെ അർത്ഥം വെച്ചു കൊടുത്തത്, ഇയാളെ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അർത്ഥം വെച്ച് ഇന്ന അക്രമക്കും, ഇയാൾക്ക് എത്ര ആലോചിച്ചിട്ട് അർത്ഥം കിട്ടുന്നില്ല. ഇന്ന അക്രമക്കും, അക്രമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രമി എന്നർത്ഥം വെച്ചു. അപ്പൊ ഇയാള് അർത്ഥം വെച്ചു ഇന്ന അക്രമക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അക്രമി. അക്രമി ആയ പിന്നെ എന്താ ചെയ്യാ? ഇന്ദല്ലാഹി, അള്ളാന്റെ അടുക്കൽ, അത്ഖാക്കും, ഏറ്റവും വലിയ ശിക്ഷക്ക് വിധേയമാകുന്നവനാണ് അർത്ഥം വെച്ചു. ഈ കുട്ടിയുടെ ഉപ്പ അതേ മദ്രസയിലെ സദറുസ്താദാണ്. ഈ 6ാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ ഉപ്പ അതേ മദ്രസയിലെ സദറുസ്താദാണ്. ഇയാള് രാത്രി വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ കുട്ടിയുടെ ഉറക്കങ്ങനെ വായിച്ചു പഠിക്കണം. എന്ത്? ഇന്നാക്രമക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ അക്രമി ഇന്ദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ, അത്ഖാക്കും, ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് വിധേയമാകുന്നതാണ്. അപ്പോ ഇയാൾ പോയി ചോദിച്ചു, ഇത് എന്താ വായിക്കണെന്ന് ചോദിച്ചു. ഇത് ക്ലാസ്സിൽ എഴുതി തന്നാണ് എന്ന് പറഞ്ഞു. അയാളൊന്നും പറഞ്ഞില്ല. ഇയാൾ പിറ്റേന്ന് നേരം വെളുത്ത് എന്റെ മോൾക്ക് തെറ്റിയതായിരിക്കും എന്ന് വിചാരിച്ചു ചെന്നു. ക്ലാസ്സിലെ ഓരോ കുട്ടികളുടെയും പുസ്തകം വെറുതെ സദർസാവുന്ന പുസ്തകം നോക്കട്ടെ, എല്ലാവരും പഠിക്കണല്ലേ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോരോ പുസ്തകങ്ങൾ നോക്കിയപ്പോ എല്ലാവരുടെ പുസ്തകത്തിലും എങ്ങനെ തന്നെ ഉള്ളത്. അയാളൊന്നും പറഞ്ഞില്ല. അയാള് നേരെ സ്റ്റാഫിനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, നിങ്ങള് ഇതൊക്കെ മഹാ അബദ്ധാണ്, ഇങ്ങനൊന്നും അല്ല. നിങ്ങൾ ക്ലാസ് എടുക്കുന്നതിന്റെ മുമ്പ് ഈ പുസ്തകം ഒരു വട്ടെങ്കിലും നിങ്ങൾ വായിച്ചു പഠിക്കണം കേട്ടോ. ഇത് നല്ലൊരു തിരുത്താണ്. നമ്മൾ സ്റ്റാഫിന്റെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അധ്യാപകരെ ശകാരിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ച് ശകാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പലരും പല മൈൻഡിലായിരിക്കും വീട്ടിൽ നിന്ന് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഓടിച്ചിട്ട് പറയുകയാണ്, സദറുസ്താദ് റഹീമാകണം, പിന്നെ റാഷിദ് ആകണം. റാഷിദ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധമുള്ളവൻ എന്നാണ്, പല അർത്ഥമുണ്ട്. റാഷിദ് ലക്ഷ്യബോധമുള്ളവൻ എന്നാണ്. നമുക്കൊരു എയിം ഉണ്ടാകണം. എന്താണ് ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും കുട്ടികളെ ജയിപ്പിക്കൽ നമ്മളെ ലക്ഷ്യമാകരുത്. എന്തിന്? നമ്മുടെ ലക്ഷ്യം കുട്ടികളെ ദീനുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ ദീനുള്ളവരാക്കി മാറ്റാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ നിലക്ക് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതിന് ഫലം ഉണ്ടാകും, അതിന് പ്രാപ്തി ഉണ്ടാകും, അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാകും. ഈ ലക്ഷ്യബോധത്തിന്റെ മറ്റൊന്നാണ് ഇഖ്ലാസ് എന്നുള്ളത്. ലക്ഷ്യബോധത്തിന്റെ മറ്റൊന്നാണ് ഇഖ്ലാസ്. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് എന്തുണ്ടാകും? ഫലം ഉണ്ടാകുക തന്നെ ചെയ്യും. അതിന്റെ കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്, ലക്ഷ്യബോധത്തിന്റെ ഭാഗമാണ് നമ്മൾ കുട്ടികളെ മനസ്സിലാക്കണം. നമ്മളെ മനസ്സിലാക്കണം, നമ്മൾ മുഅല്ലിമീങ്ങളെ മനസ്സിലാക്കണം, നമ്മൾ നാട്ടുകാരെ മനസ്സിലാക്കണം, മാനേജ്മെന്റിനെ മനസ്സിലാക്കണം. ഒന്നും കൂടി പറഞ്ഞാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഖ്യാതമായൊരു വചനമുണ്ട്, അൻസിലിന്നാസ മനാസിലകും. ഓരോരുത്തരേക്കും അവരവർ അർഹിക്കുന്ന സ്ഥാനം നിങ്ങൾ നൽകുക. ചിലപ്പോ നമ്മൾ സദറുസ്താദായിരിക്കും, നമ്മളെക്കാളും അറിവുള്ള, നമ്മളെക്കാളും ഇന്റലിജന്റ് ആയിട്ടുള്ള, നമ്മളെക്കാളും പവർഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കും നമ്മുടെ സ്റ്റാഫ്. അവർക്ക് അവരുടേതായ സ്ഥാനം നൽകണം. പ്രായമുള്ളവരാണെങ്കിൽ അവർ പ്രായമുള്ളവരാണ് എന്ന നിലയ്ക്ക് അവരെ ബഹുമാനിക്കാൻ, അവരെ ആദരിക്കാൻ നമ്മൾ തയ്യാറാകണം. കാരണം അൻസിലിന്നാസ മനാസിലഹും, ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്ന സ്ഥാനം. പലപ്പോഴും സ്റ്റാഫുകൾക്കിടയിൽ ഈഗോ ഉണ്ടാകുന്നതിന്റെ മർമ്മം എന്ന് പറയുന്നത് ഈ പരസ്പരം ഉൾക്കൊള്ളായ്മയുടെ പ്രശ്നമാണ്.
കഴിവുള്ള ആളുകളാണെങ്കിൽ, പ്രായമുള്ള ആളുകളാണ് എങ്കിൽ അവരെ ആ നിലക്ക് ബഹുമാനിക്കണം. ചിലപ്പോൾ ചില മഹല്ല് കമ്മിറ്റി എന്ന് പറയുന്ന അവർ അവാമുന്നാസായിരിക്കും, സാധാരണക്കാരായിരിക്കും. അവര് മനസ്സിലാക്കുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശമ്പളക്കാരാണ്, അവരിതാണ്. അവരെ നമ്മൾ തിരുത്തിക്കാൻ പോയിട്ട് പലപ്പോഴും കാര്യം ഉണ്ടാവില്ല. അവിടെ ഓല മുമ്പിൽ നെഞ്ചും വിരിച്ച് ഞാൻ സദുർസ്താദാണെന്ന് പറഞ്ഞ് വാശി പിടിച്ചാലൊന്നും ചിലപ്പോൾ കാര്യങ്ങൾ നടക്കൂല. അപ്പൊ സ്വാഭാവികമായും ചിലരുടെ മുമ്പിൽ നമ്മൾ വിനയം കാണിക്കേണ്ടി വരും, ബഹുമാനം കാണിക്കേണ്ടി വരും. പ്രായം ചെന്ന ആളുകൾ, അവര് ചിലപ്പോൾ അവാമാണ് എങ്കിലും ആമിയാണ് എങ്കിലും അയാൾ ആ നാട്ടിലെ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ആളായിരിക്കും. ഓരോരുത്തർക്കും നമുക്കൊക്കെ അറിയാമോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിൻ എന്ന് പ്രഖ്യാപിക്കുന്ന സമയത്ത് അയാൾ മുസ്ലിം പോലുമായിരുന്നില്ല. മക്കം ഫത്ഹിന്റെ വേളയിൽ, മക്ക കീഴടക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്, ഇതാ ഞാൻ ഈ നാട്ടിലേക്ക് വരുന്നു, ആരെയും ഒന്നും ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആരൊക്കെ സ്വന്തം വീടുകളിലിരുന്നോ എല്ലാവർക്കും സുരക്ഷിതത്വം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാൻ, ശത്രുക്കളുടെ നേതാവാണ് അബൂ സുഫിയാൻ, ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തിന്റെ തലവനാണ് അദ്ദേഹം. പക്ഷേ ആ അബൂ സുഫിയാന്റെ വീട്ടിൽ ആരെങ്കിലും അഭയം പ്രാപിച്ചാൽ അയാളും ആമിനുൻ, നിർഭയനാണ്, അയാളെ നമ്മൾ ഒന്നും ചെയ്യൂല. അത് അബൂ സുഫിയാൻ എന്ന് പറയുന്നത് ശത്രുവിന്റെ നേതാവാണ് എന്നുള്ളതല്ല പ്രശ്നം. അയാൾ അർഹിക്കുന്ന സ്ഥാനം, സമൂഹത്തിൽ റെസ്പെക്ട് ചെയ്യപ്പെടേണ്ട ആളായിരുന്നു അയാൾ അന്നും. അതുകൊണ്ട് അയാൾക്കുള്ള സ്ഥാനം വകവെച്ചു കൊടുത്തു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓരോരുത്തരുടെയും അവസ്ഥയിൽ കാണാം. ചില സ്വഹാബികൾ വരുന്ന സമയത്ത് റസൂലുള്ളാഹി, ഇപ്പൊ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഒക്കെ വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം പോലും ശരിക്ക് ധരിക്കാതെ, അഥവാ ഔറത്ത് മറച്ചുകൊണ്ട് മേൽ വസ്ത്രം വലിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കാൻ പോയതൊക്കെ ഹദീസുകളിൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോരുത്തരെയും ഉൾക്കൊള്ളേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മനസ്സിലാക്കുക, ഓരോരുത്തർക്കുള്ള സ്ഥാനം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്, മനസ്സിലാക്കുക എന്നുള്ളത്. അൻസിലിന്നാസ, ഒരു സദറുസ്താദിന് എപ്പോഴും വേണ്ട ഒരു ആപ്തവാക്യമാണ്, ഒരു ഹദീസാണ് ഏത്? അൻസിലിന്നാസ മനാസിലഹും, ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനങ്ങൾ നൽകുക എന്നത്. രണ്ടാമത്, ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, നമ്മൾ മാറണം, കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. നമ്മൾ മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടിമുടി മാറണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. ഇവിടെ ഒരു ഫിൽട്ടറിങ് നടക്കാനുണ്ട്. മോഡേണിസവും ട്രഡീഷണലിസവും തമ്മിൽ വരുമ്പോൾ, എല്ലാ ആധുനികമായി സ്കൂളിൽ എല്ലാ മെത്തേഡും വരുമ്പോൾ അത് അപ്പടി സ്വീകരിക്കേണ്ട ഒരു സംവിധാനമല്ല മദ്രസ. ഒരു ഉദാഹരണം ഞാൻ പറയാം, നിങ്ങൾ എത്ര പേർക്ക് അതിൽ യോജിപ്പും ഉണ്ടാകും എന്നുള്ള അറിയില്ല. ഞാൻ എൻ്റെ സ്വകാര്യമായ അഭിപ്രായം പറയാം. ഇപ്പോ മദ്രസയിൽ ഇപ്പൊ എലക്ഷൻ നടക്കുക, ഒരു സ്ഥാനാർത്ഥി, കുറെ ചിഹ്നങ്ങൾ, എന്നിട്ട് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കുട്ടികൾ വോട്ട് പിടിക്കുക, എന്നിട്ട് വോട്ട് ചെയ്യാൻ കുട്ടികൾ ക്യൂ നിൽക്കുക, എന്നിട്ട് കുട്ടികൾ ആ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക. ഇതൊന്നും മദ്രസയിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ട പാഠങ്ങളാണോ എന്ന് നമ്മൾ ആലോചിക്കണം. സ്ഥാനാർത്ഥികളാകാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുക, സ്ഥാനം വർത്തിക്കുന്നവരാകാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമ്മളാണോ എന്ന് വെറുതെ ഒന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഇത്തരം പാഠങ്ങൾ മതകലാലയങ്ങളിൽ നിന്ന് സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്ന, ലീഡർഷിപ്പിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന, നേതൃത്വത്തിന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന മെന്റാലിറ്റിയിലേക്കാണോ കുട്ടികളെ വളർത്തേണ്ടത്? അല്ല. ഒരു ഇസ്ലാമികമായ ഒരു തെരഞ്ഞെടുപ്പുണ്ട്, ഒരു ഇസ്ലാമികമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതിയുണ്ട്. ആ ക്ലാസ്സിൽ ഏറ്റവും ഇതിനു പറ്റിയത് എന്ന് ഉസ്താദിന് തോന്നുന്ന ഒരാളെ ഉസ്താദ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് മക്കളെ ഇവനെ നമ്മൾ ആക്കുകയല്ലേ എന്ന് ചോദിക്കുന്നു. എന്ന് കുട്ടികൾ പറയുന്നു. ഉസ്താദ് സെലക്ട് ചെയ്യുന്ന ഒരു സംവിധാനവും. ഇതിൽ രണ്ട് രീതിയുണ്ട്. ഒന്ന് ആധുനിക ജനാധിപത്യത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ രീതിയാണ്. അത് നമ്മൾ മദ്രസയിൽ പഠിപ്പിച്ചാലും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കുട്ടികൾക്ക് അത് കിട്ടും. എന്നാൽ ഒരാളെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ആദരണീയനായ ഒരാൾ തെരഞ്ഞെടുക്കുന്ന സമ്പ്രദായം അത് മദ്രസയിൽ നിന്നേ കിട്ടൂ, അല്ലെങ്കിൽ അത് അത്തരം സ്ഥലങ്ങളിൽ നിന്നേ കിട്ടും.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മാറണം. ആധുനികതയുടെ ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കണം. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഉസ്താദിന് ജെമിനി എന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയില്ല. ഉസ്താദ് ആകെ കേട്ടത് ജെമിനി സർക്കസിനെ കുറിച്ച് മാത്രമാണ്. ചാറ്റ് GPT കുറിച്ച് അറിയില്ല. അതിനെക്കുറിച്ച് നമുക്ക് അറിയണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന്റെ പിന്നാലെ പോകണം എന്നല്ല. ഇതിലുള്ള മുഴുവൻ സത്യമൊന്നല്ല. ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞു, ജെമിനി പറയുന്നതിൽ അല്ലെങ്കിൽ ചാറ്റ് GPT പറയുന്നതിൽ എത്ര ശതമാനം സത്യമുണ്ട് എന്ന് അതിനോട് ചോദിച്ചു നോക്കിയാൽ പറയും, ഞാൻ പറയുന്നതിൽ കണ്ടെത്തുന്നതിൽ ഒരു 80-90% സത്യം ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ ഉറപ്പിക്കണം കേട്ടോ. ജെമിനിയോട് ഇപ്പൊ ചോദിച്ചു നോക്ക് നിങ്ങള്. ജെമിനി പുറത്തു വിടുന്ന ഫാക്ട് എന്തായിരുന്നത്, ഡാറ്റകളിൽ മുഴുവനും സത്യമാണോ എന്ന് ചോദിച്ചാൽ അതെന്നെ പറയുന്നത്. ഞാൻ നിർത്താനായോ? ഞാൻ 31 മിനിറ്റ് 35 സെക്കൻഡ് പിന്നിട്ടിരിക്കുന്നു. ഞാനിപ്പം നിർത്തും. എന്നോട് 40 മിനിറ്റ് സംസാരിക്കണം എന്നാ പറഞ്ഞ് ഞാൻ 33-ാമത്തെ മിനിറ്റിൽ നിർത്തുന്നതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആധുനികതയെ ഉൾക്കൊള്ളണം. ഉസ്താദിന് ഇതൊക്കെ അറിയണം. സദർ ഉസ്താദിന് ഇതൊക്കെ അറിയണം. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഡാറ്റകൾ മുഴുവനും ഒക്കെ എല്ലാവർക്കും അറിയാം. അഡ്മിഷൻ ഓൺലൈനിലേക്ക് പ്രവേശിച്ചു, ഓരോന്നും ഓൺലൈനിലേക്ക് പ്രവേശിച്ചു. അപ്പൊ സദർ ഉസ്താദ് പോയിട്ട് വേറൊരു സ്റ്റാഫിന്റെ സഹായം തേടിയിട്ട് സദർ ഉസ്താദിന് ഒന്നും അറിയില്ല, അത് മറ്റേ സ്റ്റാഫ് സഹായിച്ചു കൊടുക്കണം, അത് ഇന്ന സ്റ്റാഫ് സഹായിച്ചു കൊടുക്കണം. ഇത് കമ്മിറ്റിക്കാർ നിരന്തരം കാണുമ്പോൾ ഓലെന്നെ തീരുമാനിക്കും. ഇതൊക്കെ അറിയുന്ന ഒരാളെ എന്താക്കാം നമുക്ക് സദർ ആക്കാം എന്ന് നാട്ടുകാർ തീരുമാനിക്കും. അന്ന് വലിയ പണിയുള്ള കാര്യമൊന്നല്ല. കുറച്ച് 1-2 ആഴ്ച മെനക്കെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കും ഇതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ആദരിക്കേണ്ടവരെ ആദരിക്കുക ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ ചിലതൊക്കെ നമ്മൾ മറക്കണം. സ്റ്റാഫിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഏറ്റവും മനോഹരമായി കണ്ട നമ്മളൊരു സ്റ്റാഫായിരിക്കും. ആ സ്റ്റാഫിൽ നിന്ന് ചിലപ്പോൾ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ആ ദുരനുഭവങ്ങൾ എന്താകാൻ പാടില്ല, അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല. കുറച്ച് അതൊക്കെ മറന്നു കളയണം. പ്രത്യേകിച്ച് നമ്മളൊരു തലമുറക്ക് വേണ്ടിയിട്ട് ഇഖ്ലാസോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ആ ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് എന്തൊക്കെയാണോ ആവശ്യം, ആ ആവശ്യമുള്ളത് നൽകാൻ നമുക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് മറ്റു അവസരത്തിൽ ഇതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് പറയാവുന്നതാണ്. ഞാൻ കുറേ പറയണമെന്ന് വിചാരിച്ചു, സമയം പോയത് ഞാനും അറിഞ്ഞിട്ടില്ല. 33 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി വളരെ പ്രസക്തമായ ഒരു വിഷയം കൂടിയുണ്ട്. സമയം 1 മണി ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരല്പം ചുരുക്കുന്നത്. പ്രമുഖ എഴുത്തുകാരനും ചിന്തകനുമായ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് കോട്ടപ്പുഴയാണ് ഇനി വിഷയം അവതരിപ്പിക്കുന്നത്. മദ്രസ മികവിൻ്റെ വഴികൾ എന്നുള്ളതാണ്. ആദരപൂർവ്വം ഉസ്താദ് വർഗ്ഗങ്ങളെ ക്ഷണിക്കുന്നു.